ഹായ് ഫ്രണ്ട്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. ബലം, ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ആൻസർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിലൂടെ ആ വസ്തുവിന്റെ ചലനം ആരംഭിക്കുന്നതിനോ നിർത്തുന്നതിനോ വേഗത മാറ്റുന്നതിനോ ആകൃതിയിൽ മാറ്റം വരുത്താനോ കാരണമാകുന്ന സമ്പർക്ക ബലമാണ്. ആൻസർ ഓപ്ഷൻ സി, യാന്ത്രിക ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആർക്കിമിഡീസ് തത്വം ഏതു ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, പ്ലവക്ഷമ ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മസ്കുലാർ ബലത്തെ ഡാഷ് എന്നും വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, സമ്പർക്ക ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഗുരുത്വാകർഷണം വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള പ്രധാന കാരണം? ആൻസർ ഓപ്ഷൻ സി, അക്ഷാംശവും പിണ്ഡവിധാനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഗുരുത്വാകർഷണം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണം? ആൻസർ ഓപ്ഷൻ സി, 1/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 9.8 m². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, അഡ്ഹീഷൻ ബലം. ബലത്തെ നിർവചിക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഒന്നാം ചലന നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫുട്ബോൾ തട്ടിത്തെറിപ്പിക്കുന്ന ബലം, ഈ ബലം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ആവേഗ ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണത്തിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, രണ്ടാം ചലന നിയമം. അപ്പോൾ ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ബലം, ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കുമായി ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ മോക്ക് ടെസ്റ്റ് നടത്താം. താങ്ക്